പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തെ ഓർത്ത് കർത്താവിൻ്റെ മാനവും മഹത്വവും പുകഴ്ചയും അർപ്പിക്കും. നല്ല സമയം എൻ്റെ പ്രിയമുള്ളവരെ അഭിസംബോധനയെ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ദൈവിക സന്ദേശങ്ങൾ ദൈനംദിന ജീവിതത്തിൽ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഈ വചന ധ്യാനങ്ങൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ അനുഗ്രഹമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ പദം ഇങ്ങനെയാണ് വായിക്കുന്നത്: അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ദൈവത്തിന് സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാത സമയത്ത് എൻ്റെ പ്രിയമുള്ളവരെ, എൻ്റെ ബഹുമാന്യരായ മാതാപിതാക്കളെ, സഹോദരങ്ങളെ നോക്കി ഞാൻ ആത്മാർത്ഥതയോടൊരു പ്രവചന ശബ്ദം കൈമാറാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ അപേക്ഷിക്കുന്നതിനെ ഒക്കെയും നൽകിത്തരാൻ കരുത്തുള്ള, കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ കരം ചലിക്കുന്നുണ്ട്. നമുക്കറിയാം, നാം ഈ ജീവിക്കുന്ന ലോകത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കിയാൽ അപേക്ഷ സമർപ്പിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ്റിൽ, നമ്മുടെ പഞ്ചായത്തുകളിൽ, നമ്മുടെ നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരിൽ അപേക്ഷകൾ കൊടുക്കാറുണ്ട്. ഈ അപേക്ഷകൾ കൊടുക്കുമ്പോൾ അപേക്ഷകൾക്കകത്തു വയ്ക്കുന്നത് നമ്മൾക്ക് ലഭ്യമാകേണ്ട, നാം ആഗ്രഹിക്കുന്ന വിഷയങ്ങൾക്ക് നമ്മൾ ലഭ്യമാകേണ്ട വിഷയങ്ങളിൽ നമ്മൾ അപേക്ഷ വയ്ക്കുന്നത് ആ വിധമായിരിക്കും. എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് നാം ആഗ്രഹിക്കുന്ന വിഷയം ലഭ്യമാകാൻ വേണ്ടി ആ വിധമായിരിക്കും അപേക്ഷകളൊക്കെയും നാം ആയിരിക്കുന്ന ചുറ്റുപാടിൽ ഗവൺമെൻറ്റിൽ സമർപ്പിക്കാറുള്ളത്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സർവശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ, നമ്മുടെ ഭാരങ്ങളെ അപേക്ഷിക്കുമ്പോൾ ഏതുവിധമായിരിക്കണം? സ്തോത്രം. ഗവൺമെൻറ്റിലായിക്കോട്ടെ, പഞ്ചായത്തിലായിക്കോട്ടെ, മുനിസിപ്പാലിറ്റികളിലായിക്കോട്ടെ, എല്ലാത്തിനും മാനദണ്ഡങ്ങളുണ്ട്, നിയമാവലികളുണ്ട്. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് അതിനും നിയമാവലികളുണ്ട്. എന്നാൽ ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, നമ്മെ തന്നെ താഴ്ത്തുകയും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് മുഴങ്കാൽ മടക്കി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ അപേക്ഷകളെ ഒരു മാനദണ്ഡവുമില്ലാതെ, ഒരു നിയമാവലികളുമില്ലാതെ കൈക്കൊള്ളുകയും മറുപടികളെ തരികയും ചെയ്യുന്ന സർവവല്ലഭനായൊരു ദൈവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഈ എബ്ബേസ് എന്ന മനുഷ്യൻ ദൈവസന്നിധിയിൽ വെച്ച് അപേക്ഷിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയെക്കുറിച്ചാണ് നാം കേൾക്കുവാനിടയായി തീർന്നത്. അതിങ്ങനെയാണ് നമ്മൾ വായിച്ചത്: അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ദൈവത്തിന് സ്തോത്രം. ആ 9-ാമത്തെ വേദഭാഗം മുതൽ പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. എന്നാൽ അടുത്ത പദം പറയുന്നത്, അവൻ്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. പ്രൈസ് ദി ലോർഡ്. തൻ്റെ അമ്മ യബ്ബേസ് എന്ന പേരിടുമ്പോൾ തൻ്റെ ഹൃദയത്തിൽ തനിക്കുണ്ടായ വ്യസനത്തെ, വേദനയെ പ്രതിഫലിച്ചു കാണിച്ചുകൊണ്ടാണ്, അതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് യബ്ബേസ് എന്ന പേര് വിളിക്കുന്നത്. എബ്ബേസിനോട് ചോദിച്ചാൽ എബ്ബേസ് പറയും, എൻ്റെ അപേക്ഷ, എൻ്റെ വീടിനകത്തുനിന്ന് ഞാൻ കേട്ട ഒരു ശബ്ദം, നീ വ്യസനപുത്രനാണ്, നീ കരയിപ്പിക്കുന്നവനാണ്, നീ ഞങ്ങൾക്ക് കണ്ണുനീര് മാത്രമേ തരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇതു മാത്രം പറഞ്ഞ യബ്ബേസ് സർവശക്തനായ ദൈവത്തിൻ്റെ അരികിലേക്ക് ഓടി വരുന്ന കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില കുടുംബങ്ങളിൽ, ചില തലമുറകളിൽ ഇവൻ നശിച്ചുപോയി, ഇവൻ തകർന്നുപോയി, ഇവൻ എന്നെ കരയിപ്പിക്കാനുണ്ടായവനാണ്, ഇവനെ കൊണ്ട് പ്രയോജനമൊന്നുമില്ല, ഇവനെ കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്ന് പറഞ്ഞു വിധി എഴുതിയതിനെ ഈ ദിവസങ്ങളിൽ ദൈവം ഉപയോഗിക്കുവാനിടയായിത്തീരും.
എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? നാം മാറ്റി നിർത്തിയതിനെ, നാം ഉപേക്ഷിച്ചു കളഞ്ഞതിനെ, നാം കൊള്ളത്തില്ലെന്ന് പറഞ്ഞതിനെ സർവശക്തനായ ദൈവം ഉപയോഗിക്കുന്ന, അനുഗ്രഹിച്ച് ഉപയോഗപ്രദകരമാക്കുന്ന സമയങ്ങൾ വെളിപ്പെടാൻ പോകുകയാണ്. യബ്ബേസ് മാന്യനാണ് എങ്കിലും അടുത്ത പദം പറയുന്നു, അവനെ പെറ്റു വളർത്തിയ അമ്മ പറയുക, നീ എനിക്ക് കണ്ണുനീരെ തരുന്നുള്ളൂ, നീ വ്യസനപുത്രനാണ്, നീ എന്നെ കരയിപ്പിക്കുന്നവനാണ്. ദൈവത്തിന് സ്തോത്രം. നശിച്ചു പോയെന്ന് പറഞ്ഞവരുടെ നടുവിൽ അവൻ ഒരനുഗ്രഹമാണെന്ന് പറയിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ കരം ഇന്നു പകൽ ചലിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത പദം പറയുക, അവൻ്റെ അപേക്ഷ ശ്രദ്ധിക്കണമേ പ്രിയപ്പെട്ടവരെ. അവനിങ്ങനെ, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കിയും നിൻ്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് അനർത്ഥമൊന്നും വ്യസനത്തിന് കാരണമാകാതിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിരൊന്ന് വിശാലപ്പെടാൻ, വിസ്താരപ്പെടാൻ വേണ്ടി നീ എന്നോട് കൂടെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന യബ്ബേസിനെ പോലെ എന്നോട് കൂടെ സർവശക്തനായ ദൈവമേ അങ്ങിരിക്കണം. നിന്റെ കൈ എൻ്റെ കൂടെ ഇരുന്നാൽ, എൻ്റെ അമ്മ എന്നെ വിളിച്ച പേരുകൾ, എന്നെ സ്തോത്രം അങ്ങനെ കാണുന്ന കണ്ണുകൾക്കകത്ത് മറ്റൊരു കാഴ്ച കാണും. നീ എൻ്റെ കൂടെ ഇരുന്നാൽ. ഇന്ന് ഈ പ്രഭാത സമയത്ത് എത്ര പേർക്ക് ആത്മാർത്ഥതയോടെ പറയാൻ കഴിയും, മനുഷ്യർ കൂടെയില്ലെങ്കിൽ എങ്കിലും സർവശക്തിയുള്ള ദൈവത്തിൻ്റെ കരം എന്നോട് കൂടെയുണ്ടെങ്കിൽ, ഞാൻ എത്ര കരയിപ്പിക്കുന്നവനെന്ന് പറഞ്ഞാലും, ഞാൻ എത്ര വ്യസനമാണെന്ന് പറഞ്ഞാലും, എന്നെ ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് ഉപകാരമാക്കി മാറ്റാനും കഴിയുന്ന സർവവല്ലഭനായൊരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നീറിപ്പുകയുന്ന വേദനിപ്പിക്കുന്ന വിഷയങ്ങളെ നോക്കി ഇന്നു പകൽ അധരം തുറന്ന് പറയാൻ കഴിയുമോ? ഇവൻ വ്യസനമാണ്, ഇവൻ വ്യസനപുത്രനാണ്, പക്ഷേ ദൈവത്തിൻ്റെ കൈ ഇവനോട് കൂടെയുള്ളത് കൊണ്ട് അത് വിടുതലായി വെളിപ്പെടാൻ പോകുകയാണ്. യബ്ബേസിൻ്റെ അപേക്ഷയൊക്കെയും തൻ്റെ അതിര് വിസ്താരപ്പെടണം. ദൈവത്തിൻ്റെ കൈ അവനോട് കൂടെ ഇരിക്കണം. അനർത്ഥം വ്യസനത്തിന് കാരണമാകരുത്. തൻ്റെ പ്രാർത്ഥനയും അപേക്ഷയും ലോകത്തിൽ അധികാരികൾക്ക്, ഭരണാധികാരികൾക്ക് കൈമാറുന്നത് പോലെ ഒരു അപേക്ഷയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി ആമേൻ പ്രാർത്ഥിക്കുമ്പോൾ വെച്ച അപേക്ഷ. അടുത്ത പദം പറയുന്നു, അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവൻ നൽകി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അപേക്ഷിച്ചതിനെ നിങ്ങൾക്ക് നൽകിത്തരാൻ സർവശക്തനായ ദൈവത്തിൻ്റെ കരം ചലിക്കും. നാളുകൾ ഏറെയായി കാണും, ഒത്തിരി അവധി കഴിഞ്ഞ് കാണും, ഒത്തിരി ഭാരങ്ങൾ ആ വിഷയത്തിൽ അനുഭവിച്ച് കാണും. പക്ഷേ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. നിങ്ങൾ അപേക്ഷിച്ചതിനെ ന്യായമായി നിങ്ങൾക്ക് തരുന്നൊരു ദൈവത്തിൻ്റെ കരമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയബോധ്യത്തോടെ അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.